ജുമയും കൂടെ ഒരുമിച്ച് വന്നാല് ജുമ നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളതാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സംഭവമാണത്. ഭയങ്കര വിവാദങ്ങളും പരസ്പരം തമ്മിലടിയും ഉമ്മത്തിന് പരസ്പരം തെറി വിളിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ഇതിന്റെ പേരിൽ തമ്മിൽ തല്ലാണ് നമ്മള്. തമ്മിൽ തല്ലാനായിട്ടൊരു വിഷയം കാത്തിരിക്കണ പോലെയാണ് നമുക്കത് കിട്ടിയത്. സത്യം പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. അതായത് നമ്മുടെ പൂർവികരായ ഒരുപാട് മഹാരഥന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവർ കൊണ്ടുവരുന്നൊരു ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസിന്റെ യാഥാർത്ഥ്യം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളികൾ കുറവായിരുന്നു. അപ്പോൾ ആ പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാനും ജുമയൊക്കെ ഒക്കെ ആയിട്ട് അടുത്തുള്ളവരും വരും, ഒരുപാട് ദൂരെയുള്ള ആളുകളൊക്കെ വരും. അപ്പോൾ ഈ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഈ മലമ്പ്രദേശത്തു നിന്നൊക്കെ വന്ന ആളുകളുണ്ട്. അവർ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് പിന്നെ ജുമയൊക്കെ എത്തൽ അവർക്ക് ഭയങ്കര പാടാണ്. അങ്ങനെയുള്ളവരോട് നബി തങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾ ജുമ നിർബന്ധമില്ലാത്ത ആളുകളല്ലേ, അതുകൊണ്ട് നിങ്ങൾ ജുമ നിസ്കരിക്കണ്ട. അതായത് പെരുന്നാളും വെള്ളിയാഴ്ചയും കൂടെ ഒരുമിച്ച് വന്നാൽ നിങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചിട്ട് പോയിക്കോ, നിങ്ങൾ ജുമ നിസ്കരിക്കണ്ട. മൊത്തത്തിലുള്ളൊരു നിയമമല്ലത്. ദൂരെ പള്ളിയിലേക്ക് എത്താൻ പറ്റാത്ത ആളുകൾക്ക് കൊടുത്തൊരു ഇളവാണത്. നമുക്കൊരിക്കലും ആ ഇളവ് നമുക്ക് എടുക്കാൻ പറ്റൂല. കാരണം എന്താ, ഇന്ന് മുക്കിന് പള്ളിയാണ്, തൊട്ടടുത്ത് പള്ളികളാണ്. നമുക്ക് പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, ജുമാ നിസ്കാരം നിർബന്ധമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നത് എന്തിനാണ്? ഇതിന്റെ പേരിൽ നിസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷണ്ട കൂടുന്നത് എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കട്ടെ എല്ലാവരും, ഇല്ലേ? നല്ല മനസ്സോടുകൂടെ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യട്ടെ. അങ്ങനെയല്ലേ വേണ്ടത്?